ഖദറിലും വിശ്വാസമുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവില്ല. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം അതാണ് ഒന്ന് ആത്മഹത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഒരുപാട് ആക്രമണങ്ങളുണ്ട് എന്നാണ്. വൃത്തിയില്ലാതെ നടക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. രോഗമുണ്ടാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. തവക്കുലിൻ്റെ വലിയ അലാമർത്തബയിലുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പനി ഉണ്ടായി എന്നാണ്. പനി ഉണ്ടായപ്പോൾ മൂപ്പരോട് ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണല്ലേ എന്ന് ചോദിച്ച്. അതിൽ മൂപ്പർ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ എനിക്കിഷ്ടമുള്ള മാതിരിയൊക്കെ കാട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അള്ളാനെയാണ് മൂപ്പർ ഉദ്ദേശിക്കണത്. അപ്പോൾ അങ്ങനെ തവക്കുലിൻ്റെ വല്ല മർത്തബയിലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറയണത് കേട്ടോ. ദണ്ണുണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. കഴിക്കാതിരിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. മൂത്രമെന്ന നിയമത്താണത്രേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷേധത്തോടു കൂടെ കാണുന്ന നിയമത്ത് എന്നാണ്. മനുഷ്യൻ ഏറ്റവും നിഷേധത്തോടു കൂടെ രാത്രി 1:30 മണിക്ക് വേങ്ങര അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോയപ്പാപ്പാൻ്റെ മക്ബറിൻ്റെ അടുത്ത് വന്നാൽ 1.5 ലക്ഷം റുപ്യ തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ മൊബൈലിൽ അലാറം വെച്ചിട്ട് പോയി കാത്തുക്കും. അതേ സമയത്ത് ഒരു 1:30 മണിക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പണ്ടാണ് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടെന്ന് പറയും. എന്തേ? 1.5 ലക്ഷം നിയമത്താണ്. മൂത്രമൊഴിക്കാൻ മുട്ടൽ നമുക്ക് നിയമത്തല്ല. അതാണ് കാരണം. നിയമത്തൊക്കെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്. 2 ലക്ഷം റുപ്യ നമുക്ക് നിയമത്താണ്. 3 കോടി റുപ്യ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രം ഉണ്ടാക്കാൻ കഴിയൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല, രക്തത്തിൽ നിന്ന് ദുഷിച്ച നീരിനെ കുത്തിയെടുത്ത് കളയുന്ന പരിപാടിയാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞത്. മൂത്രം ഉണ്ടാക്കാൻ അള്ളാൻ്റെ മെഷീൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ നിഷേധിക്കുന്ന നിഅമത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് മൂത്രമെന്ന നിഅമത്താണ് എന്നാണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണത്. വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടതുമായ ഒരക്രമമുണ്ട്. ബുദ്ധിയെ ആക്രമിക്കലാണത്. ലഹരി ഉപയോഗിക്കൽ ബുദ്ധിയോട് ചെയ്യുന്ന അക്രമമാണ്. കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ അത്ര കള്ളുടിച്ചു, ഇവിടെ എത്ര കള്ളുടിച്ചു, ഓണത്തിന് അത്ര കുടിച്ചു, ക്രിസ്മസിന് ഇത്ര കുടിച്ചു, പെരുന്നാൾക്ക് ഇത്ര കുടിച്ചു. കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നമ്മൾ